ഹായ് ഓൾ, എല്ലാവർക്കും റീഡർ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ശിവരാത്രി പ്രമാണിച്ചിട്ട് ഒരു യാത്ര പോവാണ്. ശ്രീരംഗം, ചിദംബരം, തഞ്ചാവൂർ, അങ്ങനെ 3 സ്ഥലങ്ങളാണ് നമ്മൾ യാത്ര പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു കസ്റ്റമൈസ്ഡ് ടൂറിൻ്റെ കൂടെ പോകുന്നത്. മോക്ഷ ട്രാവൽസിൻ്റെ കൂടെയാണ് നമ്മുടെ യാത്ര. ഇതാണ് ഞങ്ങളുടെ ബസ്. അപ്പം ബസ്സിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടങ്ങുകയാണേ. അതാണ്ട് ബസ്സിൻ്റെ അകത്ത് ഭയങ്കര വൈബാണ്. സാൻവി ഭയങ്കര എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. പുള്ളിക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. രാവിലെ എണീറ്റതാണ്. ബസ്സിന് പുറത്തെ കാഴ്ചകളാണിത്. നമ്മൾ മൂന്നാർ വഴിയാണ് പോകുന്നത്. മൂന്നാർ, കുമിളി, അവിടുന്ന് കമ്പം, തേനി വഴിയിട്ടാണ് പോകുന്നത്. കമ്പത്ത് പോകുന്ന വഴിക്ക് ഇവർ മുന്തിരിത്തോപ്പ് കാണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ പത്മരാജൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കണ്ടപ്പോൾ തൊട്ട് മുന്തിരിത്തോപ്പിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അത് നടക്കും എന്നാണ് തോന്നുന്നത്. പുറത്ത് നല്ല ചൂടാട്ടോ. മൂന്നാറാണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അകത്ത് AC ആയതുകൊണ്ട് നമുക്കത്ര അറിയുന്നില്ല. മുന്തിരിത്തോട്ടം എത്താറായി. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. എനിക്ക് മുന്തിരിത്തോട്ടം കണ്ടപ്പോഴത്തേക്കും സത്യമായിട്ടും ലാലേട്ടൻ്റെ ആ ഒരു ശബ്ദവും ഒക്കെയാണ് ഓർമ്മ വന്നത്. ഇവിടെ മുന്തിരിയെല്ലാം പച്ചയാണ്, പക്ഷേ എന്നാലും നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും വിശാലമായിട്ട് മുന്തിരി വിളഞ്ഞു കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ മുന്തിരി ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു 2 ഗ്ലാസ് വൈനൊക്കെ കുടിച്ചു. നല്ല ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എൻജോയ് ആയിട്ട് നമ്മൾ ബസ്സിലോട്ട് കയറാൻ പോവാണ്. ഇനിയിപ്പം ബസ്സിൽ കയറി. ഇനിയിപ്പം ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് ബൃഹദേശ്വര ക്ഷേത്രത്തിലാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബൃഹദേശ്വര ക്ഷേത്രത്തിൽ എത്തുമെന്ന് തോന്നുന്നു. നമ്മൾ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ വൈകുന്നേരത്തോടുകൂടി എത്തി. ഇവിടെ ശിവരാത്രി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ബൃഹദേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ചോള രാജവംശ കാലഘട്ടത്തിലാണ് പണിതത്. രാജരാജ ചോളനാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ തന്നെയാണ്. ആർക്കിടെക്ചർ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ഇത് പണ്ട് കാലത്ത് സിമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കല്ല് ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് ഈ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ചോള രാജാക്കന്മാരുടെ ഒരു സുവർണ കാലഘട്ടത്തെ കൂടെ കാണിക്കുന്നതാണ് ബൃഹദേശ്വര ക്ഷേത്രം. കാരണം ആ കാലഘട്ടത്തിൽ ഇവിടെ 400-ലധികം നർത്തകിമാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ ഈ മണ്ഡപത്തിൽ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവരെല്ലാം ക്ഷേത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഐതിഹ്യപരമയുള്ള ക്ഷേത്രമാണ് ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഒരു നന്ദികേശൻ്റെ പ്രതിമയുണ്ട്. നന്ദികേശൻ്റെ പ്രതിമ ഒറ്റക്കല്ലിലാണ് പണിതിരിക്കുന്നത്. ഒറ്റക്കല്ലിലാണ്, കറുത്ത കല്ലുകൊണ്ടാണ് പണിതിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ താഴികക്കുടത്തിൻ്റെ നിർമ്മിതി എടുത്തു പറയേണ്ടതാണ്. 7000-ലധികം ആനകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ താഴികക്കുടം ക്ഷേത്രത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു മലയുണ്ടാക്കി അവിടുന്ന് പൊക്കിയെടുത്തിട്ടാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ്. കാരണം ഇത് ആദ്യം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഉണ്ടാക്കിയിട്ട് പിന്നെയാണ് പുറത്തോട്ടുള്ള പണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ എൻജിനീയേഴ്സിന് പോലും അത്ര ടെക്നോളജീസ് അറിയാമോ എന്ന് സംശയമാണ്. അത്ര ആ ഒരു കാലഘട്ടത്തിൽ, സിമെൻറ്റ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മൊത്തവും കല്ലിൽ പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എഫേർട്ട് തന്നെയാണ്. അത് കാണേണ്ട കാഴ്ചയാണ്. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇന്നത്തെ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഇനി നാളെ അടുത്ത ട്രിപ്പ്. നമ്മളുടെ 2ാമത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പം 2ാമത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി പോകുന്നത് ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത്. ഇവിടെ പക്ക തമിഴ് സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. വടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുടെ കഴിഞ്ഞ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും റൂമൊക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകും. ഇതാണ് ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം. ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജരാജ ചോളൻ്റെ മകനാണ്. നമ്മൾ പൊന്നിയിൻ സെൽവൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചോള ചരിത്രമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എനിക്കത് കാരണം ഇത് കാഴ്ചകൾ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതും ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും വലിയൊരു നന്ദിയുണ്ട്. ഇവിടെയും കൊത്തുപണികളെല്ലാം ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണുള്ളത്. ശിവൻ്റെ പ്രതിമയാണുള്ളത്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ പോകുന്നത്
വന്നിരിക്കുന്നത് ഒരു ബോട്ട് റൈഡിനാണ്. ഇച്ചവാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഫുൾ കണ്ടൽക്കാടുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിങ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ചിദംബരം ക്ഷേത്രത്തിലാണ്. ചിദംബരം ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് കുറേ സമയമുണ്ട്. അതുകൊണ്ട് അവർ നമുക്ക് തന്നൊരു ഓപ്ഷനാണ് ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ദശാവതാരം സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. കുറേ ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം ഷൂട്ട് ചെയ്ത് ഈ ഭാഗത്താണ്. ഇപ്പോൾ കമലഹാസനെ വിഗ്രഹത്തിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ മുക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെ കുറേ ലിമിറ്റഡ് ഏരിയാസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമാണ് ഈ കാഴ്ച. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ഈ കായലിൻ്റെ കാറ്റൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു ബോട്ട് റൈഡ് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും സാൻവി ആണെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്തു. ഈ കണ്ടൽക്കാടുകൾ ഫുൾ തിങ്ങി നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ വേരുകൾ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ആൽമരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ വേരുകളുള്ളത്. നല്ല ആഴമുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്. ഈ വെള്ളത്തിന് ഓൾമോസ്റ്റ് ഒരു 15 അടിയോളം താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂറോളം ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കടലുള്ളത്. ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് കടലുള്ളത്. ഇവർ നമ്മളെ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പം അത് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കണ്ടൽക്കാടുകൾ അടുത്ത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് വേറൊരു മലയാള സിനിമയിലും ഇതിൻ്റെ ഈ സീനൊക്കെ ഉണ്ട്, ഈ ലൊക്കേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. മോഹൻലാലിൻ്റെ ഒരു പടമാണെന്ന് തോന്നുന്നു. എനിക്ക് അത്ര ഓർമ്മയില്ല. രഘുവരനൊക്കെ ഉള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തും ഈ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ആമസോൺ വനത്തിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നൊരു പ്രതീതിയാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും. അത്രയും ഒരു നിബിഡത തോന്നുന്നുണ്ട്. അത് കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ എന്നാലും അത് നല്ല രസമായിരുന്നു. ആ ഒരു ഉച്ച സമയത്ത് തണലും ഒക്കെ കിട്ടി. പിന്നെ ഇതിൻ്റെ വേരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വലിയ വേരുകളാണ്. നമ്മളൊരു 8 പേരടങ്ങുന്ന ബോട്ടിലാണ് പോയിരിക്കുന്നത്. ചെറിയൊരു ബോട്ടാണ്. അതിൽ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ ഈ ബോട്ടിങ് യാത്രയ്ക്ക് ഇടയ്ക്ക് തന്നെ ഭയങ്കര കമ്പനിയായി. ശരിക്കും പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ പാക്കേജ് ടൂർ വരുമ്പോഴത്തേക്കും കുറച്ചൊരു ആശങ്ക ഉണ്ടായത്. കാരണം ഞങ്ങൾ ഇതുവരെയും ഒരു പാക്കേജ് ടൂറൊന്നും എടുത്തിട്ടില്ല. അപ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഒരു തീർത്ഥാടനം പോലെയാണല്ലോ. അപ്പം ആൾക്കാർ എങ്ങനെയായിരിക്കും, നമ്മളുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ല കെയറിങ് ആയിരുന്നു. എല്ലാ ആൾക്കാരും ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പം നമ്മളുടെ ബോട്ടിലൊക്കെ ആയിട്ട് നമ്മൾ നേരെ ചിദംബരത്തോട്ടാണ് പോയത്. ാണ് പ്രശസ്തമായ തില്ലൈ നടരാജ ചിദംബര ക്ഷേത്രം. ഇവിടെ ഭഗവാന്റെ ഊർധ്വതാണ്ഡവമാണുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ചിദംബര രഹസ്യം വളരെ ഫേമസ് ആണ്. ചിദംബര രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിഗ്രഹമില്ല, പകരം അവിടെ ഒരു കൂവളമാല മാത്രമേ ഉള്ളൂ. അതൊരു തിരശീല കൊണ്ട് മറച്ചിരിക്കുകയാണ്. അവിടെ ഭഗവാന്റെ വിഗ്രഹം ആകാശം കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ പഞ്ചഭൂതങ്ങളുടെ നിർമ്മിതിയായ ആകാശത്തിൻ്റെ പ്രതീകമായിട്ട് വിഗ്രഹമില്ല അവിടെ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡിന്നറും അടിപൊളിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ട്രിപ്പ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിന്നറൊക്കെ കഴിഞ്ഞു. നമ്മളിനിയിപ്പോൾ കിടക്കാൻ വേണ്ടി പോകാം. നല്ല റൂമാട്ടോ, അടിപൊളി റൂമാണേ. ഇനിയിപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോവാണ്. നമ്മുടെ 3ാമത്തെ ദിവസമാണിത്. 3ാമത്തെ ദിവസം നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് സാരംഗപാണി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് പിന്നെ പുറത്തു നിന്നുള്ള ഫോട്ടോ മാത്രമേ ഉള്ളൂ. സാരംഗപാണി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നട തുറക്കുന്നത് ഒരു പശുവിനെ കാണിച്ചിട്ടാണ് നട തുറക്കുന്നത്. അത് നമുക്ക് എന്തോ ഭയങ്കര ഭാഗ്യമുള്ളത് കൊണ്ട് കാണാൻ പറ്റിയായിരുന്നു ഇവിടെ. അതിനു മുമ്പ് നമ്മൾ കുംഭമേള നടക്കുന്ന മഹാകുംഭേശ്വര ക്ഷേത്രത്തിൽ വന്നായിരുന്നു. പക്ഷേ അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ അത്രേ എടുത്തുള്ളൂ. അതും ഭയങ്കര പ്രസിദ്ധമായ അമ്പലമാണ്. അത് കഴിഞ്ഞാണ് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോയത്. ഇന്നും പൂരിയും ഇഡലിയൊക്കെയാണ്. അതും നല്ല ടേസ്റ്റായിരുന്നു. വടയുണ്ടെന്ന് തോന്നുന്നു, വടയുണ്ട്. അപ്പം സാൻവിക്കാണെങ്കിലും വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ നമ്മൾ വടയൊക്കെ പൊതിഞ്ഞെടുത്തായിരുന്നു. ഇവരുടെ ഫുഡൊക്കെ ഭയങ്കര നല്ല കേട്ടോ, നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ടേസ്റ്റി ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ പോകുന്നത് അടുത്തത് ഐരാവതേശ്വര ക്ഷേത്രം എന്ന് പറയും. ഐരാവതേശ്വര ക്ഷേത്രം നമ്മൾക്ക് മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ളത് രാജശില്പി സിനിമയിൽ കൂടെയാണ്. രാജശില്പി സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഐരാവതേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജരാജ ചോളൻ 2ാമൻ്റെ മകൻ അദ്ദേഹമാണ് ഈ ഐരാവതേശ്വര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എന്താ പറയുക,
സ്കൾപ്ചേഴ്സ് ഇല്ല, കൽപ്പണികളില്ല, പകരം എല്ലാം മിനിയേച്ചറാണ്. ഇതാണ് 1000 കൽമണ്ഡപം. വളരെ ചെറിയ കൊത്തുപണികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഓരോ കല്ലിലും ഓരോരോ പടങ്ങളാണ്, ഓരോ ചിത്രങ്ങളും വളരെ വ്യത്യസ്തമാണിത്. ഈ 1000 കൽമണ്ഡപത്തിലാണ് ഭാനുപ്രിയ രാജശില്പി സിനിമയിൽ ഡാൻസൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയത്തില്ല, അല്ലാതെ ഞാൻ റീൽസൊക്കെ ഇട്ടിട്ട് പൊളിച്ചേന്. ഇതാണ് നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ. എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. പിന്നെ സാൻവിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാൻവിക്ക് ഇവിടെ ഓടിക്കളിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇവൾ ഗൈഡിൻ്റെ വർത്തമാനം പറയുന്ന സമയത്തൊക്കെ സാൻവി ഫുൾ ഓടിക്കളിയായിരുന്നു. ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. സാൻവി നല്ലപോലെ എൻജോയ് ചെയ്തു. നമുക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊക്കെ ജീവിതത്തിൽ അപൂർവ കാഴ്ചയാണ്. നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വരാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. ഇതാണ് നമ്മളുടെ ഗൈഡ് ശരവണൻ. ഇദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്. ഇത് 1000 കൽമണ്ഡപം. ഈ 1000 കൽമണ്ഡപത്തിൽ ഒരു തൂണ് ഫുൾ കറുത്ത ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയെല്ലാം വൈറ്റ് ഗ്രാനൈറ്റാണ്, പക്ഷെ ഒരെണ്ണം മാത്രം കറുത്ത ഗ്രാനൈറ്റാണ്. പിന്നെ ഇതിൽ ഓരോന്നിലും കൊട്ടിക്കഴിഞ്ഞാൽ പ്രത്യേക തരം ശബ്ദമൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഇതാണ് കറുത്ത ഗ്രാനൈറ്റ്. ഇതിലും ഇങ്ങനെ പല തരത്തിലുള്ള കൊത്തുപണികളാണുള്ളത്. ഓരോന്നും കണ്ടോ, വ്യത്യസ്തമാണ് ഓരോ കൊത്തുപണികളും. അത്രയും ഡീറ്റെയിൽഡിങ് ആയിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗണപതിയാണ്. അപ്പം അത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ പൂർവികർ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെയും ചൂടധികം ഇല്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ മാതിരി അത്ര ചൂടില്ല, എന്നാലും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ. നമ്മൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ് ഇവിടെ. ഇത് കാവേരി നദിയാണ്. കാവേരി നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ആ പാട്ടിൽ കാണിക്കുന്ന പോലെ നിറഞ്ഞൊഴുകുന്നൊന്നുമില്ല. നമ്മൾ ഇനി പോകുന്ന ശ്രീ രംഗനാഥ ക്ഷേത്രത്തിലേക്കാണ്. രംഗനാഥ ക്ഷേത്രത്തിൽ ചെല്ലുന്ന നട്ടുച്ച സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. രംഗനാഥ ക്ഷേത്രത്തിൽ 7 കവാടങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ പുറകിൽ കാണുന്ന ഗോപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയമ്മൻ ഗോപുരം എന്ന് പറയും. വെള്ളയമ്മൻ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണ സ്ത്രീ മുസ്ലിം ഭടന്മാർ, ക്ഷേത്രം ആക്രമിക്കാൻ വന്ന മുസ്ലിം ഭടന്മാരെ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴിട്ട് കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അതിൻ്റെ പ്രായജിത്വം അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്താപം മൂലം അവരും ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യും. അപ്പോൾ അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളയമ്മൻ ഗോപുരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴുതെല്ലാം ഇറങ്ങി. ഇതാണ് നമ്മളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു, തിരിച്ച് ബസ്സിൽ കയറി. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ ഇടയ്ക്കാണെങ്കിൽ കുറച്ച് പ്രശ്നോത്തരിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാവലോഗും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളൊക്കെയാണ് ഈ കൊടുക്കുന്നത്. പിന്നെ അത് സാൻവിക്കൊരു സർപ്രൈസ് കിട്ടി. ഇതാണ് അനീഷാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. ഇതാണ് അവർക്ക് കിട്ടിയ സമ്മാനം. മോക്ഷയുടെ ടൂർ എന്തായാലും എല്ലാം അടിപൊളിയാണ്. ഇവിടെ റേറ്റും ഭയങ്കര അഫോർഡബിളാണ്. 6500 ആണ് പെർ ഹെഡ്. അത് 3 ദിവസത്തെ യാത്ര ഇൻക്ലൂഡിങ് ഫുഡുണ്ട്. എനിക്ക് മോക്ഷ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നതാണ്. ബൈ ബൈ.